ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. സംസ്ഥാനത്തെ ഉയർന്ന താപനിലയിൽ വലഞ്ഞ് പാലക്കാട്. 40 ഡിഗ്രിയാണ് പാലക്കാട് ജില്ലയിലെ ശരാശരി ചൂട്. സൂര്യതാപം, സൂര്യാഘാതമടക്കം 4 ആഴ്ചയ്ക്കിടെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയത് 318 പേർ. സ്വകാര്യ ആശുപത്രികളുടെ കണക്ക് കൂടി ചേർന്നാൽ എണ്ണം ഇനിയും ഏറെ വർദ്ധിക്കും. സംസ്ഥാനത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ വൈകുന്നേരം 5 മണിക്ക് ശേഷം അന്തരീക്ഷ താപനില കുറയുമെങ്കിലും പാലക്കാട്ടെ പ്രത്യേക സാഹചര്യത്തിൽ ചൂട് രാത്രിയും ഉയർന്നു നിൽക്കുന്നതിനാൽ ഇഴജന്തുക്കളുടെ സാന്നിധ്യവും കൂടുതലാണ്. ഉഷ്ണതരംഗ സമാനമായ അന്തരീക്ഷത്തിലാണ് പാലക്കാട് ജില്ല. പകൽ സമയങ്ങളിൽ പൊടിക്കാറ്റ് വീശുന്നത് ചൂട് അസഹനീയമാക്കുന്നു. കനത്ത വിയർപ്പ്, തളർച്ച, തലകറക്കം എന്നിവ മൂലം ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടി വരുന്നുണ്ട്. ഔദ്യോഗിക കണക്ക് പ്രകാരം സൂര്യതാപമേറ്റുള്ള ചൂടുകുരു, ചൊറിച്ചിൽ തുടങ്ങിയവ സഹിക്കാനാകാതെ പാലക്കാട് ജില്ലയിലെ ആശുപത്രികളിൽ എത്തിയവരുടെ എണ്ണം 200 കടന്നു. 71 പേർക്ക് പൊള്ളലേറ്റു. നിരന്തരമായി വെയിലേറ്റാൽ സൂര്യാഘാതം വരാനും ജീവന് ഭീഷണിയാകാനും സാധ്യതയുണ്ട്. ജില്ലയിൽ ഇത്തരത്തിൽ 2 സംഭവങ്ങളുണ്ടായി. സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുന്ന പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിൽ കൊള്ളാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. നമുക്ക് ജില്ലയിൽ ഈ ഒരു മാസമായിട്ട് 318 കേസുകളാണ് ഈ ഹീറ്റ് റിലേറ്റഡ് ഇൽനെസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഹീറ്റ് ക്രാംസ് വെച്ചാൽ മസിലിൻ്റെ ക്രാംസ് വരുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 9 കേസുകളും, ഈ ഹീറ്റ് അധികം ചൂട് കൂടിയോണ്ടുള്ള ക്ഷീണമായിട്ട് 13 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ സൂര്യ താപം കൊണ്ടുണ്ടായിരുന്ന റാഷസ്, സ്കിന്നിലുണ്ടാകുന്ന റാഷസ് ഒരു 216 കേസുകളും, അതുപോലെ സിങ്കോപ്പ്, ചൂടുകൊണ്ട് ഒരു താൽക്കാലികമായിട്ട് ബോധക്ഷയം സംഭവിച്ച 6 പേരും, സൺ ബേൺസ് സൂര്യതാപം കൊണ്ട് പൊള്ളലേറ്റിട്ടുള്ള 71 കേസുകളും ഉണ്ടായിട്ടുണ്ട്. സീരിയസ് ആയിട്ട് വന്നിട്ടുള്ള 2 സ്ട്രോക്ക് കേസുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് പെരുമാട്ടിയിൽ നിന്നാണ്, അത് പണിക്ക് പോകുന്നൊരു തെങ്ങ് കയറുന്നൊരു പയ്യനായിരുന്നു, അവനാണ് സൺ ബേൺസിൻ്റെ സ്ട്രോക്ക് വന്നത്. അതുപോലെ കാവശ്ശേരിയിൽ നിന്നും പൂരത്തിൻ്റെ ഇടയിൽ ഒരു സൺ ബേൺ ആയിട്ടുള്ളൊരു ആളുണ്ടായിരുന്നു, 55 വയസ്സായിട്ടുള്ള ആളാണ്. അദ്ദേഹം പിന്നീട് മരണപ്പെടുകയുണ്ടായി. പക്ഷെ അത് ഹീറ്റ് റിലേറ്റഡ് ഇൽനെസ് എന്നാണ് നമ്മൾ അതിലൊരു കൺക്ലൂഷൻ എക്സ്പെർട്ട് കമ്മിറ്റി കൂടിയിട്ട് ഉണ്ടായിരുന്നു. ഈ കേസ് ഇത്രയാണ് നമ്മൾ ഇതുവരെ പാലക്കാട് ജില്ലയിൽ സൂര്യതാപവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള കേസുകളുടെ എണ്ണം. നമ്മൾ നല്ല രീതിയിൽ വകുപ്പ് IEC കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സഹായത്തോടുകൂടെ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കാനായിട്ട് സാധിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കേസുകളുടെ എണ്ണത്തിൽ ഒരു കുറവ് വരുത്താൻ അല്ലെങ്കിൽ കൂടാതിരിക്കാനോ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10-10:30 ശേഷം 3 മണി വരെ ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് പോകാതിരിക്കുക, കുട ഉപയോഗിക്കുക, ആവശ്യത്തിൽ നല്ലോണം വെള്ളം കുടിക്കുക, പിന്നെ കോട്ടൺ ക്ലോത്ത്സ് പരമാവധി യൂസ് ചെയ്യുക, ഡാർക്കായിട്ടുള്ള ക്ലോത്തുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ പബ്ലിക്കിന് കൊടുത്തിട്ടുള്ള അവയർനെസ്. ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് ആവശ്യമില്ലാതെ തോന്നുകയാണെങ്കിൽ തന്നെയും നല്ലോണം വെള്ളം കുടിക്കുക എന്നുള്ളൊരു കാര്യമാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പാലക്കാട് വൈകിട്ടും രാത്രിയും ചൂട് കുറയാത്തതിനാൽ രാത്രികാലങ്ങളിൽ പാമ്പിന്റെ സാന്നിധ്യം കൂടാൻ കാരണമാകുന്നു. ഏപ്രിൽ മാസം 43 പേർക്ക് പാമ്പ് കടിയേറ്റു. മാർച്ച് മാസം 44 പേർക്കും. പാമ്പ് കടിയേറ്റാൽ ഉടൻ നൽകേണ്ട പ്രതിരോധ കുത്തിവയ്പ്പിനും വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങളും സർക്കാർ ആശുപത്രികളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. Time Kids Preschool, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.